വി എസ് ശിവകുമാർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു വിഷയം അത് പൊതുസമൂഹത്തിൽ അവിടുത്തെ ഡോക്ടർ തന്നെ അവതരിപ്പിച്ചു. അതിന്മേൽ ചർച്ച നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഒരു ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം തകർന്നാണ് ഒരു സ്ത്രീ മരിച്ചത്. കൃത്യസമയത്ത് രക്ഷാപ്രവർത്തനം നടന്നില്ല. നടത്തിയിരുന്നെങ്കിൽ അവരെ രക്ഷിക്കാമായിരുന്നു. എങ്ങനെ നോക്കിക്കാണുന്നു ഈ വിഷയത്തെ? പൊതുവേ ഈ ആരോഗ്യ വകുപ്പ് ഇപ്പൊ ഒരു എന്താണ് പറയേണ്ടത്, ഒരു അനാരോഗ്യ വകുപ്പായിട്ട് മാറിയിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും പ്രശ്നങ്ങളാണ്. ഇപ്പോ നമുക്കറിയാം, ഇത് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ദുഃഖകരമായിട്ടൊരു സാഹചര്യം കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായത്. അവിടെ ഈ പഴയ കെട്ടിടം തകർന്നു വീണു. അതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത് ഈ നമ്മുടെ രോഗികൾ, നൂറുകണക്കിന് രോഗികൾ എത്തിച്ചേരുന്ന സ്ഥലങ്ങളാണ് ആശുപത്രികൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്കൂളുകളായിരുന്നാലും മറ്റ് സർക്കാർ ഓഫീസുകളായിരുന്നാലും അവിടുത്തെ പ്രത്യേകിച്ച് ആശുപത്രികൾ, അവിടെ രോഗം ചികിത്സിക്കുന്നതിന് വേണ്ടിയാണ് ആളുകൾ എത്തിച്ചേരുന്നത്. അവിടെ രോഗം ചികിത്സിക്കാൻ വേണ്ടി ചെന്ന് കേന്ദ്രത്തിൽ വെച്ച് മരണം സംഭവിക്കുക അല്ലെങ്കിൽ അപകടം സംഭവിക്കുക എന്ന് പറയുന്നത് നമുക്കൊരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ സംഭവം നടന്നത് ഒരു കെട്ടിടത്തിന്റെ പഴയ കെട്ടിടം ഇടിഞ്ഞു വീണതാണ്. ആശുപത്രികളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ജനങ്ങൾ കൂടുതലായി എത്തിച്ചേരുന്ന സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ആശുപത്രികൾ, അവിടെയൊക്കെ യഥാർത്ഥത്തിൽ ഈ പഴയ കെട്ടിടങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഇത് 1962 നിർമ്മിച്ച കെട്ടിടം എന്നാണ് ഒരാളിപ്പോൾ പറഞ്ഞത് കേട്ടത്. എത്ര വർഷമായി? 10-20 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള പഴയ കെട്ടിടങ്ങൾ ഒന്നുകിൽ വാർഡുകളാക്കാതിരിക്കുക, അല്ലെങ്കിൽ ഈ കെട്ടിടങ്ങളൊക്കെ പൊളിച്ച് കെട്ടിടങ്ങൾ വയ്ക്കുക. അത് കേരളത്തിലെ എല്ലാ ആശുപത്രികളിലും ഇത് നടത്തേണ്ട ഒരു അനുഭവ പാഠം കൂടെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലുമൊക്കെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആശുപത്രി പോകുമ്പോൾ അവിടെ ജീവൻ അപകടപ്പെടുന്ന മറ്റു കാരണങ്ങൾ കൊണ്ടെന്ന് പറയുമ്പോൾ വളരെ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. അപ്പൊ അതിലുപരിയായിട്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ രക്ഷാപ്രവർത്തനം സംഭവം നടന്ന അവിടെ 2 മന്ത്രിമാർ അവിടെ എത്തി. അത് സ്വാഗതാർഹമാണ്. അവരവിടെ എത്തിയിട്ട് അവര് ചെന്ന് അവരുടെ ഉദ്യോഗസ്ഥന്മാർ കണ്ടുകൊണ്ടുന്ന ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത്, അപ്പൊ അത് TV കാരോട് പറയുന്നതിന് വേണ്ടിയാണ്, വിഷ്വൽ മീഡിയാസിനോട് പറയുന്നതിന് വേണ്ടിയാണ് താല്പര്യം കാണിച്ചത്. മന്ത്രിമാർ അവിടെ സ്ഥലത്തെത്തിയാൽ കൂടുതൽ ഊർജിതമായി നമ്മുടെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ ഉദ്യോഗസ്ഥന്മാർക്ക് നേതൃത്വം കൊടുക്കേണ്ടതാണ് ആവശ്യം. അതാണ് ആവശ്യം. അത് ചെയ്യാതെ അവിടെ നിന്നുകൊണ്ട് പ്രസ്താവന നടത്തി ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായത്. മന്ത്രിമാർ തന്നെ അവിടെ നേരിട്ട് നിന്നുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ കണ്ട് അവരോട് കാര്യക്ഷമമായിട്ടുള്ള തിരച്ചിൽ നടത്തുവാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിരുന്നുവെങ്കിൽ ഈ സംഭവം ഉണ്ടാവില്ല, ഈ സ്ത്രീ മരിക്കില്ലായിരുന്നു. ആ സ്ത്രീയുടെ മകൻ പോയി അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഇതൊരു ഗുരുതരമായിട്ടുള്ളൊരു ഒരു കുറ്റമാണ്. ശിവകുമാർ, കെട്ടിടങ്ങളുടെ ശോചനീയാവസ്ഥ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അതിൽ നടപടി എടുക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ ആ കെട്ടിടത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ നിയന്ത്രണം ഏർപ്പെടുത്തുക, അതൊന്നും ഉണ്ടായില്ല എന്നുള്ളതും ഗുരുതരമായിട്ടുള്ള അനാസ്ഥ തന്നെയല്ലേ? ഇതൊക്കെ ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടോ ഈ വകുപ്പിൽ? അതൊക്കെ അല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അവിടെ സൂചിയും തുണിയും നൂലും അപ്പററ്റസുമായിട്ട് പോയാലേ ഓപ്പറേഷൻ നടക്കുമെന്നുള്ള സ്ഥിതി ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാൻ കഴിയാത്ത പശ്ചാത്തലത്തിൽ ഈ ലക്ഷക്കണക്കിന് രൂപ മുടക്കി കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ആരോഗ്യ വകുപ്പ് തയ്യാറാകുമെന്ന് എനിക്കറിയില്ല. അവർ പ്രസ്താവനകളിലൊക്കെ പറയുന്നത് 700 കോടി ചെലവഴിച്ചു, 1000 കോടി ചെലവഴിച്ചു. ഈ കെട്ടിടങ്ങളൊന്നും ഇവിടെ ഒന്നും കണ്ണിൽപ്പെട്ടില്ല. ഇതൊക്കെ ഈ പഴയ കെട്ടിടങ്ങൾ മുഴുവൻ അത് പുനർനിർമ്മിക്കണം. അതിനെയൊക്കെ മാറ്റി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കണം. ആരോഗ്യ മേഖലയ്ക്ക് അതിൻ്റെതായ ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. പഴയ ഇതുപോലെയുള്ള കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് പരിശോധിച്ചിട്ട് ആ പ്രദേശത്തേക്ക് പറഞ്ഞതുപോലെ ആൾക്കാരെ പ്രവേശിക്കാതിരിക്കാനുള്ള നടപടികൾ കൂടെ സ്വീകരിക്കേണ്ടിയിരുന്നു. അതൊക്കെ കൊണ്ടല്ലേ ആരെന്തും ചെയ്തിരുന്ന ഒരു കുഴപ്പമില്ല. മനുഷ്യന്റെ ജീവനല്ലേ. തിരുവനന്തപുരത്ത് ഡോക്ടർ ഹാരിസ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചു. അവിടെ ചില ഓഫീസുകളിൽ കയറി ഇറങ്ങിയപ്പോൾ
ആ പിന്നെ ഉദ്യോഗസ്ഥന്മാര് ഈ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാര് പറയുന്നു, ഡോക്ടർ എന്തിനാ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നത്, കിട്ടിയത് വെച്ചൊക്കെ അങ്ങ് ചെയ്ത് വിട്ടാ പോരെ എന്നാണ് ചോദിച്ചത്. അതെ അതെ അത്ര നിരുത്തരവാദപരമായ സമീപനമാണ് ഈ ഗവൺമെന്റും അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ചില ആളുകൾക്കും ഉള്ളത്. അതുകൊണ്ടാണ് ഇതുപോലെയൊക്കെയുള്ള സംഭവിക്കുന്നത്. ഒരു ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ, വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റിന് മറുപടി പറയും, ഉത്തരവാദിത്വം കൊടുക്കും. രണ്ട് മന്ത്രിമാരുടെ സാന്നിധ്യം, മന്ത്രിമാരവിടെ നിൽക്കുക. അതെ, അത്ര ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. വളരെ ദുഃഖകരമായ, വേദനാജനകമായ ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് വി എസ് ശിവകുമാർ പ്രതികരിച്ചതിന്.